അധ്വാനത്തിൻ്റെ ഒരു ഫലമാണ്, ജീവൻ നിലനിർത്തുന്ന വിഷയമാണ്. ഇത് തെറ്റിക്കഴിഞ്ഞാൽ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് ഇത് എത്തിക്കാനുള്ളൊരു സന്മനസ് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ശകലമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും. ഉടനെ വെള്ളം കിട്ടിയതിന് ബാക്കിയുള്ള പാടങ്ങളിലൂടെ വറ്റി വരണ്ട് കൊയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. എല്ലാ കനാലിലെയും വാലറ്റ പ്രദേശങ്ങളിലെ കൃഷി ഇപ്പോൾ ഉണങ്ങി നശിച്ചിരിക്കുകയാണ്. ഇതാണ് സ്ഥിതി. കരിഞ്ഞ് ഇതെല്ലാം നശിച്ചു പോയിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ദിവസം വെള്ളമില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഇതേ സ്ഥിതിയാവും. എല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുക. ഇത് നോക്കിയേ, ഇങ്ങനെ ഇതാണ് സ്ഥിതി. ഒരു വർഷമായി ശരിയെ പറയുകയാണെങ്കിൽ, ഒരു വർഷം മുതൽ ഇതാണ് സ്ഥിതി. ഈ ഭാഗത്തേക്ക് വെള്ളം എത്തില്ല. ഇടയിൽ മഴ ഇതെല്ലാം കിട്ടുന്ന ഇത് കാരണം അങ്ങനെ പിടിച്ചു നിന്നാണ്. ഇപ്പോൾ 2-3 തവണ വെള്ളം വന്നിട്ടും ഇങ്ങോട്ട് ഇറക്കിയിട്ടേ ഇല്ല. തമിഴ്നാട്ടിൽ നിന്ന് വെള്ളം ഇറക്കുന്നുണ്ട്, ആ വെള്ളം ഇങ്ങോട്ടേക്ക് ഇറക്കുന്നില്ല. ഈ വാലറ്റ പ്രദേശമായ ഭാഗത്ത് എത്തിക്കുന്നില്ല. ഇതിൻ്റെ മേലെ കംപ്ലീറ്റ് അത് ഉണങ്ങിക്കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് എത്തിക്കാനുള്ളൊരു സന്മനസ് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ശകലമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും. 130 ദിവസം മൂപ്പുള്ള ഊമ ഇനമാണ് നമ്മളിത് കൃഷി ചെയ്തിരിക്കുന്നത്. അതായത് 2ാം വിളയ്ക്കാണ് ഒരുവിധം മര്യാദയ്ക്ക് ഞങ്ങൾക്ക് നെല്ല് കിട്ടുക. 1ാം വിളയ്ക്ക് നെല്ല് വളരെ കുറവായിരുന്നു. 2ാം വിളയ്ക്ക് നല്ല പ്രതീക്ഷയോടുകൂടി കൃഷി ചെയ്തതും അടിസ്ഥാന കൃഷിയും കൂടിയാണ്. കാരണം ഇതൊന്നും വെള്ളമേ ഉണങ്ങാത്തത്, അതായത് ഒരു മാസം വരെ പിടിച്ചു നിന്ന പാടമാണിത്. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളം ഇവിടെ കിട്ടിയത് വന്നിട്ട് ഡിസംബർ 30 ജനുവരി 3 വരെയാണ് ഞങ്ങൾക്ക് ഇവിടെ വെള്ളം തന്നത്. അതിനുശേഷം ജനുവരി ഉള്ള 30 ദിവസവും ഫെബ്രുവരിയിൽ ഇന്നേക്കിപ്പോൾ 20 ദിവസം 50 ദിവസം വരെ ആയിട്ടും ഈ പാടം കരിച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ വെള്ളം എത്തേണ്ട സ്ഥലമാണിത്. ഇന്നലെ വെള്ളം എത്താത്തത് കൊണ്ടാണ്, ഇന്നലത്തെ വെയിലിലാണ് കുറച്ചും കൂടെ ഇങ്ങനെ ചൂട് കയറിക്കൊണ്ടേയിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് 1 മണിക്കൂർ മുമ്പ് വെള്ളം കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 മേനി നമ്മുടെ രക്ഷപ്പെട്ട് കിട്ടും. 100 മേനി കൊയ്യുന്ന പാടങ്ങളാണ് ഇതെല്ലാം. ആ പാടത്തിനെ രക്ഷപ്പെടുത്താൻ കർഷകർ ഇനിയിപ്പോൾ ചെയ്യാത്ത പണികളൊന്നുമില്ല. അവസാനം കുടിക്കുന്ന വെള്ളം കിണറിനടക്കം തെക്കിയിട്ടാണ് ഇപ്പോൾ ഈ വയലിൽ ഈ ലെവലിൽ കർഷകർ നിർത്തിയിരിക്കുന്നത്. ഓരോ ടേമും വെള്ളം സപ്ലൈ ചെയ്യുന്ന പീരീഡ് 4 ദിവസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ വെള്ളം ഞങ്ങളുടെ കണ്ടത്തിൽ എത്തുന്നവരെ, ആ വാലറ്റ പ്രദേശം മുഴുവൻ നനയുന്നവരെ സപ്ലൈ ചെയ്തിരുന്ന നടപടിയാണ് മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നത്. അത് ഈ തവണ ആദ്യം മുതലേ പാളിച്ച പറ്റി. വെള്ളമില്ലാത്ത കാരണം കൊണ്ട് ഡിസംബറിലെ മുതലേ ഷോർട്ടേജ് ആയിരുന്നു. ആ ഷോർട്ടേജ് നികത്താൻ ഡിസംബർ ജനുവരി മാസങ്ങളിൽ സർക്കാരിന്ന് നമുക്ക് കേരള സർക്കാരിന് അല്ലെങ്കിൽ പറമ്പിക്കുളം ആളിയാർ പദ്ധതിയുടെ കരാർ പ്രകാരം ലഭിക്കേണ്ടുന്ന അളവ് വെള്ളം ലഭിക്കാത്തതിൻ്റെ ഒരൊറ്റ കാരണമാണ് ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഡെഫിസിറ്റ് വരാനുള്ള പ്രധാന കാരണം. ഇപ്പോൾ ഈ തരത്തിൽ കാണുന്ന പാടങ്ങളെല്ലാം 50 ദിവസത്തിൽ കൂടുതലായ വെള്ളം ലഭ്യമാകാത്ത പാടങ്ങളുടെ അവസ്ഥയാണ്. പാടശേഖരത്തിൽ ഏകദേശം ഇപ്പോഴത്തെ ഈ വെള്ളമില്ലായ്മ കൊണ്ട് കരിഞ്ഞ് ഇനി കിട്ടിയാലും ഒരു പരിധിവരെ രക്ഷപ്പെടാൻ തന്നെ സാധിക്കുമെന്ന് സംശയമാണ്. ഏകദേശം 100 ഏക്കറോളം നാശം സംഭവിച്ചു കഴിഞ്ഞു. ADM വന്നിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്ത് തന്നിട്ട് പോയതാണ്. 23-ാം തീയതി പുൽപ്പള്ളി ഭാഗത്തേക്ക് വെള്ളം എത്തിച്ചു തരാമെന്നുള്ള തേമ്പാറമട സിസ്റ്റത്തിലേക്ക് വെള്ളം എത്തിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ആ തേമ്പാറമട സിസ്റ്റത്തേക്ക് 23 വെള്ളം എത്തിയതാണെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ വെള്ളം കിട്ടുകയും ചെയ്യും, ഈ പാടം രക്ഷപ്പെടുകയും ചെയ്യും. അധ്വാനത്തിൻ്റെ ഒരു ഫലമാണ്, ജീവൻ നിലനിർത്തുന്ന വിഷയമാണ്. ഇത് തെറ്റിക്കഴിഞ്ഞാൽ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കർഷകർക്ക് പിന്നെ വേറെ ഏത് സോഴ്സ് ഇല്ലല്ലോ. ഇത് കൃഷി മാത്രമാണല്ലോ ഇവിടെ കർഷകരുടെ ഉപജീവനം കൃഷിയാണ്. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ കർഷകർ ഏത് രീതിയിലാണ് പിടിച്ചു നിൽക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ വെള്ളം എത്തിച്ചേരുന്നു അത്രയും കർഷകർക്ക് സമാധാനം. ഏക്കറയ്ക്ക് ഏകദേശം ഒരു 35,000 രൂപ വരെ ചിലവാക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് കൃഷി രീതി. 35 കൂടും. പമ്പിങ്ങിൻ്റെ കോസ്റ്റും കൂടി എടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ അതൊന്നും കാരണം എന്താ വെച്ചാൽ വളരെ രക്ഷപ്പെടുത്തില്ല പറഞ്ഞാൽ ഇതും ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ. നമുക്ക് വെള്ളം കിട്ടണമെങ്കിൽ ആളിയാർ ഡാമിൽ വെള്ളം ഇറക്കണം. അത് ഇറക്കുന്നില്ല. 1958-ലും 1970-ലും 2 ഗവൺമെൻറ്റുകളും അംഗീകരിച്ച കരാർ പ്രകാരം
കേരളത്തിന് പ്രതിവർഷം 7.25 TMC ജലം നൽകണം. അതിനുള്ള ബാധ്യത തമിഴ്നാടിനുണ്ട്. അത് തരാതെ ഇവർ വെള്ളം കൊണ്ടുപോയാൽ അത് കരാർ ലംഘനമാണ്, വയലേഷനാണ്. അതിൽ നടപടികൾ സ്വീകരിക്കണം. അത് ചെയ്യേണ്ടത് നമ്മുടെ സർക്കാരാണ്. 4.5 മാസം മുമ്പ് തൊട്ട് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് തന്നെ ഈ വിവരം ഞങ്ങൾ ബന്ധപ്പെട്ട ചിറ്റൂർ പുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കാര്യങ്ങൾ മുകളിലേക്ക് അറിയിക്കാം, ധരിപ്പിക്കാം എന്ന് പറഞ്ഞതല്ലാതെ ഒരു നടപടിയും ഉണ്ടായില്ല. അതിനുശേഷം 2/10 ഒക്ടോബർ മാസം 2-ാം തീയതി നമ്മുടെ ജലമന്ത്രി റോഷി അഗസ്റ്റിനെ തൊടുപുഴയിൽ ചെന്ന് ഞങ്ങൾ നേരിട്ട് കണ്ട് ഈ വിഷയം സംസാരിച്ചു. അപ്പോൾ നമുക്ക് വെള്ളം തരാതെ അവർ കൊണ്ടുപോകുന്നത് കരാർ ലംഘനമാണ്. അപ്പോൾ തന്നെ അദ്ദേഹം ഫോണിൽ ചീഫ് എഞ്ചിനീയറെ വിളിച്ച് ഇതിൽ ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. ഒരു 400 ക്യൂസെക്സ് വേണ്ട സ്ഥാനത്ത് 255 ക്യൂസെക്സ് വെള്ളമാണ് ഇപ്പോൾ ഒരു മാസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കനാലിലേക്ക് സപ്ലൈ ചെയ്യാനുള്ള വെള്ളം മാത്രമേ ഈ 255 ക്യൂസെക്സ് കൊണ്ട് പ്രയോജനപ്പെടും. 10 ദിവസത്തിലൊരിക്കൽ വെള്ളമില്ലാതിരുന്നാൽ ചെടി ഉണങ്ങിപ്പോകും. അങ്ങനെയാണ് എല്ലാ കനാലിൻ്റെയും വാലറ്റ പ്രദേശങ്ങളിലെ കൃഷി ഇപ്പോൾ ഉണങ്ങി നശിച്ചിരിക്കുകയാണ്. ഈ കരാറ് പ്രകാരം നമുക്ക് 20,000 ഏക്കറിനാണ് ഈ 7.25 TMC വെള്ളം. പിന്നെ സർക്കാർ കനാലുകൾ വർദ്ധിപ്പിച്ചു, നീട്ടി. ഇപ്പോൾ 40-45,000 ഏക്കർ കൃഷി ചെയ്ത് വരുന്നുണ്ട് ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഷോർട്ടേജാണ്. അപ്പോൾ 7.25 TMCക്ക് പകരം അതിൻ്റെ ഇരട്ടി വെള്ളം നമുക്ക് കിട്ടണം. ആ സമയത്ത് പോലും തരാനുള്ള വെള്ളം പോലും തരാതെയാണ് തമിഴ്നാട് ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.